നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ ബുധനാഴ്ച വൈകിട്ട് 4-ന് കോടതിയിൽ ഹാജരാക്കും. കൊലപാതകം നടന്ന് 35 മണിക്കൂറിന് ശേഷമാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. കൃത്യമായ പദ്ധതിയിലൂടെയാണ് പ്രതിയെ പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. ഇത്രയധികം നേരം ചെന്താമരയ്ക്ക് വിശപ്പ് സഹിക്കാനാവില്ലെന്ന് നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കെണിയൊരുക്കിയത്. 2019 കൊലപാതക സമയത്തും ഇയാളെ പിടികൂടിയത് സമാനമായ രീതിയിലായിരുന്നു. അന്നും ഒളിവിൽ കഴിഞ്ഞ പ്രതി വിശപ്പ് സഹിക്കാനാകാതെ പുറത്തിറങ്ങിയപ്പോഴാണ് പോലീസ് പിടിച്ചത്. ഇരട്ടക്കൊലയ്ക്ക് ശേഷം 35 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ചൊവ്വാഴ്ച രാത്രി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ വലിയ ജനക്കൂട്ടമാണ് കാത്തുനിന്നത്. പ്രതിയെ ഇറക്കി വിടണമെന്നും ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും രോക്ഷാകുലരായ നാട്ടുകാർ പറഞ്ഞു. ചെന്താമര എവിടെയെന്ന് സ്ഥിരീകരിച്ചില്ലെന്നും ചൊവ്വാഴ്ചത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചതായും പോലീസ് മാധ്യമങ്ങളെ ഉൾപ്പെടെ അറിയിച്ചിരുന്നു. പക്ഷേ പോത്തുണ്ടിമലയിൽ നിന്നുള്ള വഴികളിൽ പലയിടത്തായി പോലീസുകാരെ വിന്യസിച്ചു. പോലീസിന്റെ തിരച്ചിൽ അവസാനിച്ചെന്ന് കരുതിയാണ് ചെന്താമര വനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. വീട്ടിലേക്ക് നടക്കുമ്പോൾ പതിയിരുന്നു പോലീസ് പിടികൂടി. ചെന്താമരയ്ക്ക് വിശപ്പ് സഹിക്കാൻ വയ്യെന്ന് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കി. അയാൾ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് ഉറപ്പിച്ച് പോലീസ് കാത്തിരുന്നു. വിശപ്പ് കടുത്തതോടെ ചെന്താമര പോത്തുണ്ടി മലയിറങ്ങി. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പോലീസ് പിടികൂടി. ചൊവ്വാഴ്ച രാത്രി 10:30 ബോയൻ കോളനിയിലെ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പ്രതിയെ പിടികൂടുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിലെ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. ജനരോക്ഷം ശക്തമായതോടെ പ്രതിയെ നെന്മാറ സ്റ്റേഷനിൽ നിന്ന് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റിയിരുന്നു. സുധാകരനുമായി തലേ ദിവസമുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് സുധാകരന്റെ കൊലയിലേക്ക് നയിച്ചതെന്നും ഇയാൾ പറഞ്ഞു. തലേ ദിവസം സുധാകരനുമായി തർക്കമുണ്ടായി. ഭാര്യയെ കൊന്നതിന് കാണിച്ചു തരാമെന്ന് സുധാകരൻ പറഞ്ഞു. ഇതോടെയാണ് സുധാകരനെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ ലോക്കപ്പിൽ എത്തിച്ച പ്രതി ചിക്കനും ചോറും ആവശ്യപ്പെട്ടതായും പോലീസ് പറഞ്ഞു. വൈദ്യപരിശോധനയിൽ ചെന്താമര വിഷം കഴിച്ചിട്ടില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. തുറന്ന കോടതിയിൽ പ്രതിയെ ഹാജരാക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. പ്രത്യേക അനുമതി വാങ്ങി ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കാനാണ് നിലവിലെ തീരുമാനം. ബുധനാഴ്ച പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നില്ല. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനാണ് ആലോചിക്കുന്നത്. അതേസമയം കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെയും സുധാകരന്റെയും മൃതദേഹം സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വീട്ടിലെത്തിച്ചത്. ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. വക്കാവ് പൊതുശ്മശാനത്തിലാണ് ലക്ഷ്മിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. എലവഞ്ചേരി പൊതുശ്മശാനത്തിൽ സുധാകരന്റെ സംസ്കാര ചടങ്ങും നടന്നു. തിങ്കൾ രാവിലെ 10 വീടിന് മുന്നിലിട്ടാണ് ഇരുവരെയും ചെന്താമര വെട്ടിക്കൊന്നത്. സുധാകരനെ ആക്രമിക്കുന്ന ശബ്ദം കേട്ട് ഓടി വന്ന ലക്ഷ്മിയെയും വെട്ടുകയായിരുന്നു. സുധാകരൻ സംഭവസ്ഥലത്തും ലക്ഷ്മി ആശുപത്രിയിലുമാണ് മരിച്ചത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ 1.5 മാസം മുൻപാണ് ചെന്താമര ജാമ്യത്തിലിറങ്ങിയത്. കൊലപാതകത്തിന് ഉപയോഗിച്ചതായി സംശയിക്കുന്ന രക്തക്കറയുള്ള വെട്ടുകത്തിയും വടിയും മറ്റൊരു വടിവാളും ചൊവ്വാഴ്ച ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഉപയോഗിക്കാത്ത വിഷക്കുപ്പിയും കണ്ടെടുത്തു. ഇതിനിടെ കൊലപാതകത്തിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തുവന്നു. അതിക്രൂരമായാണ് അക്രമി കൊലപാതകം നടത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ ദേഹത്ത് 12 മാരകമായ മുറിവുകളാണ് ഉണ്ടായിരുന്നത്. സുധാകരന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള 6 മുറിവുകളുണ്ട്. കേസിലെ പ്രതിയായ ചെന്താമര തന്ത്രശാലിയായ കുറ്റവാളിയെന്ന് പോലീസും വ്യക്തമാക്കി. കൊലപാതകം ആസൂത്രിതമായിരുന്നെന്നും അതിനായി ആയുധങ്ങൾ വാങ്ങിവെച്ചിരുന്നെന്നും പാലക്കാട് SP അജിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊലയ്ക്ക് ശേഷം പ്രതി പോലീസിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. വിഷം കഴിച്ചുവെന്ന ചെന്താമരയുടെ മൊഴി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നുവെന്നും SP പറഞ്ഞു. വൈദ്യപരിശോധനയിൽ വിഷം ഉള്ളിൽ ചെന്നിട്ടില്ലെന്ന് കണ്ടെത്തി. പ്രതിയുമായി വീട് പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും കൊലപാതകം പുനരാവിഷ്കരിക്കുകയും ചെയ്യുമെന്ന് SP പറഞ്ഞിരുന്നു. 2019 ആദ്യ കൊലയ്ക്ക് ശേഷം ജാമ്യത്തിലിറങ്ങിയ ചെന്താമര കോഴിക്കോട് ക്വാറിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ടതിനു ശേഷമാണ് ചെന്താമര തിരുത്തൻപാടത്തേക്ക് വന്നത്.